എടവനക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ജൂൺ 11-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടന്നത്. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. സുനാമിക്ക് ശേഷം നാളിതുവരെ പുനർനിർമ്മിക്കാത്ത കടൽഭിത്തി, തീരദേശ റോഡ് എന്നിവയുടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കുക, മദ്രാസ് IIT നിർദ്ദേശിച്ച മുഴുവൻ പുലിമുട്ടുകളും നിർമ്മിക്കുക, തീരദേശത്തെ വീടുകളിൽ TN നമ്പർ സ്ഥിര നമ്പർ ആക്കുക, MLAയുടെ നാടിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആശയങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചത്. ഒരു ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തെ എപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിട്ടുള്ള ഒരു പുരോഹിതനാണ്, ഒരു ബിഷപ്പാണ്. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയനോട് എല്ലാ കാലത്തും നിങ്ങളുടെ കിറ്റ് രാഷ്ട്രീയം വിലപ്പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആ ബിഷപ്പിന്റെ മുഖത്ത് നോക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി, വളരെ ബോധ്യപൂർവം പറഞ്ഞു, ഈ തിരുമേനി വിവരദോഷിയാണ് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമല്ല. ബിഷപ്പുമാരെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുക, രാഷ്ട്രീയ നേതാക്കളെ പരനാറി എന്ന് വിളിക്കുക, ബിഷപ്പ് പറഞ്ഞാൽ സത്യം വിളിച്ചു പറയുന്നവർ അവർ വിവരദോഷികളാണ് എന്ന് പറയുക. അതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോൾ തീരുമാനമായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നു. പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയാണ്, പിടിപ്പുകേടാണ് പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞു. വളരെ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു. ഈ കൊച്ചി മേഖലയിലോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ പുലിമുട്ട് കെട്ടി, അവിടെ തീരദേശ റോഡ് ശരിയാക്കി എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ രീതിയാണ് ഇവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളം പോലെയുള്ള തീരദേശം ഏറ്റവും അധികം ഉള്ള ഒരു സംസ്ഥാനത്ത് ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയാണ് കടൽ ഭിത്തി കെട്ടേണ്ടത്, എങ്ങനെയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി നിർണയിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാൻ ഇപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവകാശവാദങ്ങൾ പറയുമ്പോഴും ഞങ്ങളാണ് നിങ്ങളോടൊപ്പം എന്ന് പറയുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഇടതുപക്ഷ ഗവൺമെന്റ് പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കേണ്ടതായിട്ട് വരുന്നത്. ഒരു വശത്ത് പുലിമുട്ട് കെട്ടുമ്പോൾ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകണം. സാധാരണക്കാരന്റെ, പാവപ്പെട്ടവരുടെ ഒരു പ്രശ്നമാണിത്. ഇത് സമൂഹത്തിൽ പൗരപ്രമുഖരുടെ പ്രശ്നമല്ല. നമുക്കറിയാം, ഈ ഗവൺമെന്റ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് തുടർ ഭരണം ലഭിച്ച കഴിഞ്ഞ 7 വർഷക്കാലമായി ഭരിക്കുമ്പോൾ സാധാരണക്കാരന്റെയും തൊഴിലാളിയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ കോർപ്പറേറ്റുകളുടെ പ്രശ്നങ്ങൾക്കാണ് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കാല സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് വിഴിഞ്ഞത്ത് നടന്ന സംഭവം അറിയാം. ഈ സർക്കാരിന്റെ തീരപ്രദേശത്തുള്ള ജനങ്ങളോടുള്ള ഒരു സമീപനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വിഴിഞ്ഞത്ത് അദാനിയുടെ പോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സാധാരണക്കാരെ, പാവങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന വിഷയത്തിൽ അവിടെ സമരം നടത്തുന്ന, അവിടുത്തെ ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും CPM-ഉം ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് ആ സമരക്കാരെ തീവ്രവാദികൾ എന്ന് വിളിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. സാധാരണക്കാരൻ പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താ
എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം. കുടിയൊഴിപ്പിക്കപ്പെട്ടവർ സിമന്റിന്റെ മണമുള്ള സിമന്റ് പൊടിയുള്ള കുടിസ് മുറികളിലാണ് അവരെ മാറ്റി പാർപ്പിച്ചത്. പെൺകുട്ടികളുള്ള കുടുംബങ്ങളിൽ വസ്ത്രം മാറുവാനുള്ള ഒരു സൗകര്യമില്ലാത്ത ഒറ്റമുറികളിൽ കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യം, കൈക്കുഞ്ഞുങ്ങളുമായി അവിടെ താമസിക്കേണ്ടി വന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിന് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും പരിഹാരം കാണാതെ പോയത് എന്ന് ചോദ്യം ചെയ്ത് അവിടെ സമരം ചെയ്ത സമര നേതാക്കളെ മുഴുവൻ ഇവർ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നതിൽ നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ വിഷമം തോന്നിയൊരു കാര്യം, മഴയ ഇത് അലങ്കോലപ്പെട്ടു പോകുമെന്നുള്ളത്. പക്ഷെ ദൈവാനുഗ്രഹം എന്തായാലും ഞങ്ങളോടൊപ്പമാണ്. പാവപ്പെട്ട തീരദേശവാസികളെ സംബന്ധിച്ച് അവർ കുറെ കാലങ്ങളായി ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടി ഞങ്ങൾ വില്ലേജ് ഓഫീസിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം പോലും ഞങ്ങൾ അനുഗ്രഹിച്ചു. ഇന്ന് മെയ് 11 പോലെ നമുക്ക് തോന്നുന്ന ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഇത്തരം സമര പരിപാടി സംഘടിപ്പിച്ചത്. നമുക്ക് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ ഭരണശിരാ കേന്ദ്രങ്ങളാണ്. ഈ ഗവൺമെന്റുകൾ ചെയ്യേണ്ട ചുമതലകൾ ഓരോരുത്തർക്കായി വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് തീരദേശ സംരക്ഷണം എന്നുള്ളത്. ഇത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ 2004 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോകത്ത് കഴിഞ്ഞ കുറെ കാലങ്ങൾ ഓർമ്മകൾക്ക് പിന്നിലായി സുനാമി എന്ന ഒരു മഹാദുരന്തം നമ്മുടെ നാട്ടിലേക്ക് കടക്കുക. സത്യത്തിൽ സുനാമി എന്താണെന്ന് പോലും നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വെച്ച് പറഞ്ഞു, സുനാമിയുടെ സ്പെല്ലിംഗ് പഠിച്ച സത്യത്തിൽ ആ സുനാമി 2004 വന്നതിന് ശേഷമാണ്. സത്യത്തിൽ ആർക്കും അതിന്റെ സ്പെല്ലിംഗ് പോലും അറിയാൻ പറ്റിയിരുന്നില്ല. ആ സുനാമി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളെല്ലാവരും അത് കാണാൻ പോയ ആളുകളാണ്. സത്യത്തിൽ സുനാമി കാണാൻ കടപ്പുറത്തേക്ക് പോയ ആളുകളാണ് നമ്മളെല്ലാവരും. കടല് നമ്മളിൽ നിന്നും അകന്ന് പടിഞ്ഞാട്ട് പോയി. അത് പിന്നീട് വലിയ തിരമാലകൾ വന്നപ്പോ അന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായ AK സരസനടക്കമുള്ള ആള് കടപ്പുറത്ത് നിന്ന് നോക്കി. സരസനടക്കം വെള്ളത്തിൽ ഒഴുകിപ്പോയ ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത്. നിയോജക മണ്ഡലം ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ K ഇക്ബാൽ, ബഹുമാനിയായ എടവനക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഹസീന, ബഹുമാനായ ശ്രീ AK സരസൻ, പ്രിയങ്കരനായ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോസഫ്, വേദിയിലിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, പഞ്ചായത്ത് മെമ്പർമാരെ, പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ധർണയ്ക്കാസ്പദമായ കാര്യങ്ങളെക്കുറിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിൽസൺ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഈ കടൽഭിത്തി, ഈ തീരപ്രദേശം അത് ബലപ്പെടുത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. ഈ പ്രദേശത്തെ സംരക്ഷിക്കണം എന്ന ലളിതമായ ആവശ്യമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്.
ഇവിടെ സുനാമിക്ക് ശേഷം അല്ലെങ്കിൽ പ്രളയത്തിന് ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് കടൽ കയറുന്ന സ്ഥിതിവിശേഷം കുറച്ച് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ പ്രദേശത്തിനുണ്ടാകുന്ന നഷ്ടം, തീരദേശ റോഡുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, ഇതൊക്കെ നികത്തുന്നതിന് വേണ്ടി കടൽ ഭിത്തി ബലപ്പെടുത്തുകയും പുലിമുട്ട് സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ചെല്ലാനം മോഡൽ ഈ എടവനക്കാടും ഈ വൈപ്പിൻ ദ്വീപിലും പരീക്ഷിക്കുകയും അത് ചെയ്യുകയും ചെയ്യണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വളരെ വിനയപുരസ്സരം ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി VP മേരി വർഗീസ്, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് എടവനക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തുന്ന ഈ പ്രതിഷേധ ധർണ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്ത് പരിധിയിൽ 2004 സുനാമി ദുരന്തമുണ്ടായതിനെ തുടർന്ന് അന്ന് മുതൽ ഇപ്പോൾ 2024 കാലഘട്ടത്തിലേക്ക് കടന്നിട്ടും കഴിഞ്ഞ 4 ടേമിലായിട്ട് 20 വർഷമായിട്ട് ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരം, കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാരും നടത്തിയിട്ടില്ല. ഈ 4 ടേമിലായിട്ട് 20 വർഷക്കാലം ഇവിടെ നിന്ന് പോയ ഒരു MLAയും ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ള പരിതാപകരമായ ഒരവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ മാസം തന്നെ അവിടെ ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് നൂറുകണക്കിന് വീടുകൾ വെള്ളം കയറുകയും വളരെയധികം ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു സമരം നടത്തി അതിനെ ശക്തമായി നേരിടാമെന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഫീന അബ്ദുൽ സലാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ AG സഹദേവൻ, UDF-ന്റെ ചെയർമാൻ ശ്രീ VK ഇക്ബാൽ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ മുനമ്പം സന്തോഷ്, എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ PA ജോസഫ്, ശ്രീ AK സരസൻ, ബ്ലോക്ക് മെമ്പർമാർ, പഞ്ചായത്തിന്റെ മെമ്പർമാർ, പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറിമാർ, മറ്റു നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, എടവനക്കാട് പഞ്ചായത്തിനെ വളരെ ഗൗരവതരമായി ബാധിക്കുന്ന കടലാക്രമണത്തെ തുടർന്നുള്ള പ്രതിഷേധ സമരമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം ഇവിടെ തന്നെ അരങ്ങേറുകയുണ്ടായി. പല സമരങ്ങൾ നടത്തിയിട്ടും ഈ കടലാക്രമണം തടയുന്നതിനുള്ള പ്രതിവിധികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നത്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.